എടി ദേവേ, നിനക്കറിയില്ല അവന്റെ സ്വഭാവം. ഈ ലോകത്തൊരു പെണ്ണും അവനോട് സംസാരിക്കാൻ പോവുകയല്ല. എനിക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല. പിന്നെ ഗോപിച്ചേട്ടന് ദേഷ്യം വന്നാ കാണാൻ നല്ല രസമാണ്. ഇതാ ഇതേ അവന്റെ അനിയനാ. അവൻ പെൺ വിരോധിയാണെങ്കിൽ ഇവൻ പെൺ കൊതിയനാ. മിണ്ടാതിരിയടാ. എവിടെയും കാണുകയില്ല ഇങ്ങനെ ഒരു ചേട്ടനി അനിയനി. പൗലുസേട്ടാ, ഞങ്ങൾക്കൊന്ന് അക്കരയ്ക്ക് പോണല്ലോ. എന്താ ഒരു വഴി? ഈ പെൺകൊച്ചിനെ ഈ കുട്ടനാടൊന്ന് ചുറ്റി കാണിക്കണം, അത്രയല്ലേ വേണ്ടു. ഞാൻ ഏറ്റു. വന്നോ. ചേച്ചി വരൂ വരൂ, നമുക്ക് പോവാം. കേറിയട്ടെ. ഇനി ഇവിടെ നമ്മൾ കാണാനുള്ള ഒരൊറ്റൊരു കാഴ്ചയെ ബാക്കിയുള്ളൂ. അതോ ആ കാണുന്നതാണ് നമ്മുടെ കൊട്ടാരം. നമുക്ക് അങ്ങോട്ട് പോവാം. കുഞ്ഞിന് ഇഷ്ടമാണെങ്കിൽ നല്ല 1ാം ക്ലാസ് പെടപെടിക്കുന്ന കരിമീൻ പൊരിച്ചുതരാം. ചേച്ചിക്ക് കരിമീൻ ഇഷ്ടമാണോ? എനിക്ക് അവിടെ ഭാര്യയും കുട്ടികളും ആരുമില്ല. എനിക്ക് ഉള്ളതാകെ ഒരാളേ ഉള്ളൂ. അത് ഞാൻ തന്നെയാ. കുഞ്ഞിനെന്താ ഒരു മനോവിഷമം പോലെ? ഒന്നുമില്ല. അല്ല, കുഞ്ഞെന്തോ കാര്യമായ ആലോചനയിലാണ്. ഈ പൗലോസേട്ടനോട് പറയില്ലേ? ഞാൻ ആ ഗോപിച്ചേട്ടനെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. ഓ, അവന്റെ കാര്യമാണോ? അവന്റെ കാര്യം കുഞ്ഞങ്ങ് വിട്ടേക്ക്. അവനിപ്പൊ ഈ നാട്ടിനും വീട്ടിനും കൊള്ളരുതാത്തവനായിരിക്കുക. അങ്ങനെ ആവാൻ എന്താ കാരണം ചേട്ടാ? അതൊരു വലിയ കഥയാണ് ചേച്ചി. ചേച്ചി അതൊന്നും അന്വേഷിക്കണ്ട. അവന്റെ കഥ വളരെ സങ്കടമുള്ള ഒരു കഥയാണ്. കുഞ്ഞിന് കേൾക്കണമെന്നുണ്ടെങ്കിൽ പൗലോസേട്ടൻ പറഞ്ഞുതരാം. എനിക്കറിയണം. കുഞ്ഞെ, അവനെ പോലെ ചുറുചുറുക്കുള്ള നല്ലൊരു ചെറുപ്പക്കാരനെ ഈ കുട്ടനാടൻ പ്രദേശത്ത് കാണാൻ പ്രയാസമായിരുന്നു. നല്ല കഠിനാധ്വാനിയായ ഒരു കൃഷിക്കാരൻ. ഇതുപോലൊരു കൊയ്ത്തുകാലം. ചേട്ടാ, അനങ്ങരുതേ. അങ്ങനെ തന്നെ ഇരിക്കണേ. എനിക്കൊരു ഫോട്ടോ എടുക്കാനാ, പ്ലീസ്. അങ്ങനെ തന്നെ. റെഡി? അങ്ങനെ തന്നെ ഇരിക്കണേ. ഓക്കെ. കൊച്ചമ്മയ്ക്ക് എന്തിനാ എന്റെ ഫോട്ടോ? ഞാൻ കൊച്ചമ്മയല്ല. എന്റെ പേര് രാഗിണി. എന്നെ രാഗിണി എന്ന് വിളിച്ചാ മതി. അയ്യോ, അത് പാടുണ്ടോ? ജന്മിയുടെ മകളായതുകൊണ്ടാണോ? ചേട്ടാ, അങ്ങനെ യാതൊരു വിചാരവും എനിക്കില്ല. ആരായാലും മനുഷ്യരല്ലേ. ശരി, രാഗിണി. രാഗിണി എന്തിനാ ഈ കുട്ടനാട്ടിലേക്ക് വന്നത്? വെക്കേഷൻ അല്ലേ എന്ന് വെച്ചാ കുറച്ച് ദിവസത്തെ കോളേജില്ല. നെല്ലുകൊയ്ത്തിന് അച്ഛൻ ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. ഒരു രസമല്ലേ, കൂടെ പോന്നു. പണക്കാരായ നിങ്ങൾക്ക് ഇവിടെ ഒക്കെ പിടിക്കുമോ? ഇവിടെയാണ് മനുഷ്യരുള്ളത്. ഇവിടെയാണ് പ്രകൃതി ഭംഗിയുള്ളത്. എന്നാലേ ഒരു കൊച്ചു വെള്ളത്തിൽ കയറി ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങി കാണണം. അപ്പോൾ ചേട്ടൻ എന്നെ കൊണ്ടുപോകാമോ? ഞാനോ? എന്താ, പാടില്ലേ? നാളെ ആകട്ടെ. താങ്ക് യു വെരി മച്ച്. ചേട്ടാ, അങ്ങനെ ഒന്നിരിക്കണേ. റെഡി? താങ്ക് യു. ഇത് പാടം, ഇത് കായൽ. അങ്ങ് ദൂരെ കാണുന്നത് അതാണ് ഇവിടുത്തെ ക്ഷേത്രം. കുട്ടനാടിന് ഒരു പ്രത്യേകതയുണ്ട്. രാഗിണി ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ വെള്ളവും കരയും തമ്മിൽ മമതയിലല്ല. കായലിന്റെ വെള്ളത്തിന് നിരപ്പിന് താഴെയാണ് ഭൂമി. കാണുന്നുണ്ടോ? ശരിയാ, ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. നിക്കൂ, ഒരു ഫോട്ടോ എടുത്തോട്ടെ.
ചേട്ടൻ തന്നെ വണ്ണം നുഴയാൻ പഠിപ്പിക്കാമോ? അതിനെന്താ, നീ വരും. ആ അങ്ങനെ തൊഴയൂ. ചേട്ടാ ഒന്നൂടെ. സ്മൈൽ സ്മൈൽ സ്മൈൽ. ഓക്കെ. ചേട്ടാ, ഈ ചിത്രങ്ങളെല്ലാം ഞാൻ ക്യാമറയിലേക്കല്ലേ പതിപ്പിച്ചത്, പിന്നെ എന്റെ മനസ്സിലേക്കാ. രാഗിണി, എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് ചേട്ടന്റെ കൂടെ മാത്രമായിരിക്കും. രാഗിണി എന്താണ് ഈ പറയുന്നത്? അതെ ചേട്ടാ, മറ്റൊന്നും എനിക്ക് ചിന്തിക്കാനാവില്ല. ഞാനാര്, നീ ആര്, അത് മറക്കരുത്. എന്ത് മറക്കുന്നു എന്നതല്ല ചേട്ടാ കാര്യം, എന്തോർക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് എന്റെ കൈ പിടിക്കാൻ ഒരു പുരുഷനെയാണ് വേണ്ടത്. ആ ശരിയാണ്, പക്ഷേ ജീവിതത്തിൽ ഒരു പെൺകുട്ടിയുടെ കൈ പിടിക്കാൻ ചേട്ടനും ആഗ്രഹമില്ലേ? ഉണ്ട്. എങ്കിൽ ഇതാ എന്റെ കൈ. രാഗിണി, ഞാൻ ഈ കൈ പിടിച്ചുകൊള്ളു. എന്തുകൊണ്ട്? ഞാനൊരു സ്വപ്നം പോലും കാണാൻ പാടില്ലാത്തവനാണ്. ചേട്ടൻ എന്നോടല്ലല്ലോ, ഞാൻ ചേട്ടനോടല്ലേ യാചിക്കുന്നത്. എനിക്കിത് വിശ്വസിക്കാൻ പോലും. എന്റെ സ്നേഹം കൊണ്ട് ഞാൻ ചേട്ടനെ വിശ്വസിപ്പിക്കും, എന്റെ ജീവിതം കൊണ്ട് ഞാൻ വിശ്വസിപ്പിക്കും. എടാ ഗോപി, നിന്നെ സമ്മതിക്കണമല്ലോ, ഇത്ര വേഗം പെണ്ണ് കറക്കെടുത്ത് കളഞ്ഞല്ലോ. കാടിവെള്ളാണെങ്കിലും മൂടി കുടിക്കണമെന്നാ പറയാ. ഇങ്ങനെ ഇത്ര പരസ്യമായിട്ടൊക്കെ തുടങ്ങിയാലോ ഗോപി? ഗോപി പിടിച്ചത് പുളിങ്കൊമ്പ. പുളിങ്കൊമ്പാണെങ്കിലും പുളിയുറുമ്പ് കാണും. ഇവൻ ഒരാള്, അവളൊരു പെണ്ണും. ആ പെണ്ണിന് ഗോപി അങ്ങ് ഇഷ്ടമായി. അതിന് നിങ്ങൾ എന്തിനാണ് അസൂയപ്പെടുന്നത്? അങ്ങനെ പറഞ്ഞു കൊടുക്ക് പോലോ ചേട്ടാ. ആണും പെണ്ണും ആണെന്ന് മനസ്സിലാകുന്നുണ്ട്, പക്ഷെ ആണ് കൊച്ചുവെള്ളത്തിലും പെണ്ണ് മോട്ടോർ ബോട്ടിലുമാ. കായലാണെങ്കിൽ നിറച്ച് പായലും. അത് ഞാൻ നോക്കിക്കോളാം, നിങ്ങളുടെ ആരുടെയും സഹായം വേണ്ട. നിങ്ങൾ നിങ്ങളുടെ പാട് നോക്ക്. എടാ ഗോപിയേ, ഇത് പോക്കാ, എങ്ങും പോവല്ല. എനിക്ക് വയസ്സായതുകൊണ്ട് വന്നതാ. അല്ലേ, ഗോപിച്ചേട്ടൻ ഈയിടെയായിട്ട് വലിയ ഇസ്തിരിയിലും ഒരുക്കത്തിലും ഒക്കെ ആണല്ലോ നടക്കുന്നത്. ഓടി നീർക്കോലി കളിയൊക്കെ വന്നിരിക്കോളൂ. ദേവ് അറിയില്ലേ, ചേട്ടൻ ഈയിടെയായിട്ടൊരു കാമുകന. ഏതാ പെണ്ണ്? ചേട്ടനോട് ചോദിച്ചു പറഞ്ഞേരും. തലയ്ക്കൊരു കടി കിട്ടിയിരുന്നു. ഗോപി, നമ്മുടെ നിലയ്ക്കും വിലയ്ക്കും ഒക്കാത്ത ബന്ധത്തിനൊന്നും ആരുമായിട്ടും പോകണ്ട, ഞാൻ പറഞ്ഞേക്കാം. ചുമ്മാ പറയാനമ്മേ, വായി നോക്കി. അമ്മ തടുക്കാനും മുറക്കാനും ഒന്നും പോകണ്ടമ്മേ. എനിക്ക് തന്നെ വയസ്സെത്രയുന്ന അവർക്ക് ചേട്ടന്റെ കാര്യം പറയാനുണ്ട്. എങ്ങനെയെങ്കിലും ആ വള്ളം കരക്കെടുത്തോട്ടെ എന്നാ എന്റെ പ്രാർത്ഥന. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക്. നിനക്ക് എന്നെ കൊണ്ടൊന്ന് പറയിക്കണ്ട, നീ കാര്യത്തിന് പോ. ഭാർഗവമ്മ ഇത് അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അത്ഭുതമാണ്. മകന്റെ കാര്യങ്ങൾ അമ്മ കൂടി അറിയണ്ടേ? നേരാണോ വേലു ഇത്? ഗോപിക്ക് അവളെ അങ്ങോട്ടും ഇഷ്ടമാണോ? അയ്യോ, ഇഷ്ടമാണോന്നു? അവന് വേണ്ടി അവൾ ചാകാൻ നടക്കല്ലേ? ഈ പ്രദേശത്ത് ഇതിപ്പോഴൊരു പാട്ടാണ് ഭാർഗവമ്മേ. ഒരു പെണ്ണ് എന്റെ മോനെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഇത് അങ്ങനത്തെ പെണ്ണാണോ? അവര് വലിയ കാശുകാരല്ലേ? എന്റെ മോനെ കാശിക്കാമോ? അത് തന്നെ ഞങ്ങൾ ചോദിച്ചുള്ളൂ. എന്തായാലും ഇത്ര കാര്യമായിട്ട് അമ്മയോട് പറയുന്നത്? എന്റെ വടയി കേൾക്കുന്നത് എന്തായിരുന്നു? ആരും അറിഞ്ഞില്ലെന്നും വിചാരിക്കണ്ട. നീയും ആ രാഗിണി കുഞ്ഞും തമ്മിൽ. അതെ ശരിയാണ്. ചേടാ, നീ ആര്, അവളാര്? ഞാൻ